ഇതെന്തിൻ്റെ ഇലയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് അതെ, ഞാനൊരു തോരൻ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നിങ്ങൾ ഈ തോരൻ വെക്കാറുണ്ടോ എന്ന് പറയണേ. ഞാൻ ബീട്രൂട്ട് പറിച്ചുകൊണ്ട് വന്നില്ലായിരുന്നോ? അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ബീട്രൂട്ടിൻ്റെ ഇലയാണ് കേട്ടോ ഞാൻ തോരൻ വെക്കുന്നത്. അപ്പം ബീട്രൂട്ട് നടുവാണെങ്കിൽ നമുക്ക് ഇലയും കറി വയ്ക്കാം, അതുപോലെ തന്നെ നമുക്ക് ബീട്രൂട്ടിൻ്റെ കിഴങ്ങും കിട്ടും. അപ്പോൾ ഇതിന് നല്ല ഗുണമുണ്ട് കേട്ടോ. ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഈ ബീട്രൂട്ടിൻ്റെ ഇലയ്ക്ക്. ഒരുപാട് അയൺ കണ്ടൻറ്റ് ഉണ്ട് ഇതിന്. അതുപോലെ ഇതിന് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും ഈ ബീട്രൂട്ടിൻ്റെ ഇല കറിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇത് ജ്യൂസ് പോലും അടിച്ച് കുടിക്കാം നമുക്കിത്. ഈ ബീട്രൂട്ടിൻ്റെ ഇലയും തണ്ടും കൂടെ ഉള്ള ഒരു ജ്യൂസ് അടിച്ച് വേണേൽ നമുക്ക് കുടിക്കാം ഇത് കേട്ടോ. അത്രയും നല്ല ഒരു കമർപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്കൊരു കമർപ്പുണ്ട്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ ടെൻഡറായിട്ടുള്ള ലീഫ് നമുക്കെടുത്ത് സാലഡിൻ്റെ അകത്തിടാം കേട്ടോ, ബീട്രൂട്ടിൻ്റെ ഇലയെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുള്ള കാര്യമാണ് ഈ ബീട്രൂട്ട്. നമ്മൾ ചീരത്തോരൻ കറി വയ്ക്കുന്ന പോലെ ആ രുചിയാണ് കേട്ടോ. ഇനി വേണം നിങ്ങൾക്ക് ചാറുകറി ഉണ്ടാക്കണമെങ്കിൽ ഈ നമ്മൾ പരിപ്പ് കറി വയ്ക്കുമ്പം അതിൻ്റെ അകത്തിടാം കേട്ടോ. ഇത് ഈ ബീട്രൂട്ടിൻ്റെ ഇല അങ്ങനെയും ഗുണമുണ്ട്. അപ്പം നമുക്ക് ഇതുകൊണ്ടൊരു തോരൻ വയ്ക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ സാധാരണ തോരൻ വയ്ക്കുന്ന പോലെ വയ്ക്കും. നമ്മൾ ചട്ടി സ്റ്റൗവിൽ വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരു നുള്ള് ജീരകം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കരിവേപ്പിലയും ഉള്ളി, പച്ചമുളക്. ഇത് ഒരു പച്ചമുളക് നല്ല ചലപ്പിൻ്റെ മുളകാണ്. അപ്പോൾ അത് വലിയ മുളകാണ്. അപ്പോൾ ഒരു മുളക് ആണ് ഇട്ടിരിക്കുന്നത്. ഉള്ളി എന്ന് പറഞ്ഞെങ്കിൽ ഒരു സവാളയുടെ ചെറിയൊരു കഷ്ണം ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. തോരൻ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇതുപോലെ ബീട്രൂട്ടിൻ്റെ ഇലയൊക്കെ നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റും എന്നതാണ്. നമുക്ക് ഇലയോടുകൂടി വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഇല കളയണ്ട, തോരൻ വയ്ക്കാം. അല്ലെങ്കിൽ ന്യൂസിലൻഡിലാണെങ്കിൽ നന്നായിട്ട് ബീട്രൂട്ട് ഉണ്ടാകുന്ന ഒരു സാധനം കേട്ടോ. ബീട്രൂട്ട് നടുമ്പം നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. അതുപോലെ നന്നായിട്ട് വെള്ളം ഒഴുകുന്ന മണ്ണായിരിക്കണം. അതുപോലെ നല്ല സൂര്യപ്രകാശമാണ്. ഈ 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് നന്നായിട്ട് ബീട്രൂട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇല ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീ വെച്ച് കഴിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഫ്രോസൺ തേങ്ങയാണ്. അപ്പോൾ അത് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങയും ഒന്നും അരയ്ക്കാറില്ല കേട്ടോ. ഇതുപോലെ തന്നെ ഇങ്ങനെ ഇട്ടങ്ങ് കറി വയ്ക്കുക ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ അങ്ങ് മൂടി വയ്ക്കാം. ഇലയല്ലേ പെട്ടെന്നാകും. നമ്മൾ ഈ ഫ്രോസൺ തേങ്ങയാകുമ്പം ചെറുതായിട്ട് ചിരണ്ടിയ തേങ്ങയുമാണ്. അപ്പോൾ ഇതൊന്നും അരച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ തേങ്ങയ്ക്കകത്തൊക്കെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ. ഇൻ കേസ് അതിൻ്റെ അടി പിടിച്ചാലോ നോക്കാം. ഈ ആവിയിലങ്ങ് വെന്ത് കിട്ടിക്കോളും. 2-3 മിനിറ്റായി. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇലയൊക്കെ വാടിയിട്ടുണ്ട്. എന്താ വെള്ളമൊക്കെ പറ്റാൻ തുടങ്ങുന്നു. അപ്പോൾ തന്നെ വെള്ളം പറ്റി. ഇനി തുറന്ന് കിട്ടിയാൽ മതി കേട്ടോ. നമ്മുടെ കറി റെഡിയായി. ഇതിൻ്റെ ഇലയ്ക്കൊന്നും വലിയ വേവൊന്നും ഇല്ലല്ലോ. മിനിറ്റ് ഇവിടെ ഇരുന്ന് തോരട്ടെ. നേരത്തേക്കും കറി റെഡിയാവും. നമ്മുടെ തോരൻ റെഡിയായി. ഇപ്പോൾ നന്നായിട്ട് തോർന്ന് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് പകർത്താം. ഇവിടെ സൂപ്പർ തോരൻ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.